ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ നമുക്കൊരുമിച്ചായിരിക്കുവാൻ തക്കവണ്ണം സർവകൃപാലുവായ ദൈവം ഇടയാക്കിയ ആ ദൈവത്തിൻ്റെ വൻ കരുണയും കൃപകളെയും എല്ലാം ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്ന എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ദൈവസന്നിധിയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. തുടർന്ന് അല്പസമയം ദൈവവചനത്തിൽ നിന്ന് ചിന്തിക്കുവാൻ തക്കവണ്ണമിടയേറ്റീരാം. ഇന്ന് പകൽക്കാലം ദൈവവചനത്തിൽ നിന്ന് ഞാൻ എടുക്കുവാൻ ആഗ്രഹിക്കുന്നത് ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന അനേക കിരീടങ്ങളെ കുറിച്ച്. ഒരിക്കൽ ലിസീനിയസ് അർമീനിയയിൽ എന്ന പ്രദേശത്ത് രാജ്യത്ത് ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ആ സ്ഥലത്ത് വലിയൊരു സൈന്യ വിഭാഗം തമ്പടിച്ച് താമസിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. അവരുടെ സംഘത്തിൽ ക്രിസ്തീയ നേതാക്കന്മാർ, ക്രിസ്തീയ യോദ്ധാക്കളുണ്ടായിരുന്നു. ക്രിസ്തുവിന് വേണ്ടി അഹോരാത്രം അധ്വാനിക്കുന്ന വ്യക്തി ജീവിതങ്ങൾ ആ പട്ടാളത്തിലുണ്ടായിരുന്നു. എന്നാൽ ആ പ്രദേശത്തെ ചക്രവർത്തി ക്രിസ്ത്യാനികളെല്ലാം കൊന്നുകളയുവാൻ വേണ്ടി കൽപ്പന പുറപ്പെടുവിച്ചുകൊണ്ട് ഈ പട്ടാളക്കാരെയും കൊന്നുകളയണമെന്ന് കൽപ്പന പുറപ്പെടുവിക്കുവാൻ തക്കവണ്ണം ഏറ്റുവന്നു. ഒരു ശൈത്യകാലമായിരുന്നത്. അവർ പീഡിപ്പിക്കപ്പെടുമെന്ന് തക്കവണ്ണം ഏറ്റുവന്നത്. ഒരു കുളത്തിന്റെ തണുത്തുറഞ്ഞു കിടക്കുന്ന ജലത്തിന്റെ ഉപരിതലത്തിൽ ഏകദേശം 40 സൈനികരെ മുഴുരാത്രിയും കിടത്തി കഷ്ടപ്പെടുത്തി അവരെ കൊന്നുകളയുവാൻ വേണ്ടി അവർ തീരുമാനിക്കുകയെ തീർന്നു. ആ കുളത്തിന്റെ കരയിൽ ഒരു നല്ല കുടില് കെട്ടിയിട്ടുണ്ട്. അതിനകത്ത് തണുപ്പ് മാറുവാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഈ കുളത്തിൽ ഈ കിടക്കുന്ന വ്യക്തി ജീവിതങ്ങൾ ഏകദേശം 40ഓളം പട്ടാളക്കാർ ആ കുളത്തിൽ ആ തണുത്തുറഞ്ഞ അവസ്ഥയിൽ കിടക്കുമ്പോൾ അതിനകത്തു നിന്ന് ഈ യേശുവിനുള്ള വിശ്വാസം തള്ളിപ്പറഞ്ഞുകൊണ്ട് ആരെങ്കിലും കുളത്തിൽ നിന്ന് കരയേറി കടന്നു വന്നാൽ അവർക്ക് ഈ കുളിനകത്തുള്ള തണുപ്പ് മാറുന്ന അവസ്ഥയിൽ സജ്ജീകരണങ്ങളൊക്കെയും അതിനകത്ത് ഇരുന്ന് രക്ഷപ്പെടുവാൻ കഴിയുമെന്ന് ഉള്ള കൽപ്പനയാണ് പുറപ്പെടുവിക്കുമെന്നത്. അങ്ങനെ ഈ 40 സൈനികരെയും ക്രിസ്ത്യൻ സൈനികരെയും വധിക്കുവാൻ വേണ്ടി ഇങ്ങനെ തണുത്തുറഞ്ഞ ആ കുളത്തിലേക്ക് എടുത്തിടുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. മണിക്കൂറുകൾ കഴിഞ്ഞു. ശൈത്യക്കാറ്റല്ലെങ്കിൽ തണുത്ത കാറ്റ് വളരെ ശക്തമായി വീശുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. കുളത്തിലെ രക്തസാക്ഷികളൊക്കെയും തണുപ്പ് സഹിക്കുവാൻ കഴിയാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയും പ്രാർത്ഥിക്കുകയും പാടുകയും ഒക്കെയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ നരമ്പുകളുടെ അസ്ഥികളൊക്കെയും ഒടിയുന്ന രീതിയിലുള്ള വേദനകൾക്ക് നടുവിലൂടെയും വളരെയധികം കഷ്ടതകൾക്ക് നടുവിലൂടെയും പാട്ടുപാടി ആ ശൈത്യമാകുന്ന കുളത്തിന് അകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അവർ നീങ്ങുകയാണ്. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ അവർക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള കിരീടത്തിന് വേണ്ടി അവർ ഒരുങ്ങിക്കൊണ്ട് ദൈവത്തെ പാടി സ്തുതിക്കുവാൻ തക്കവണ്ണം ഈ ഭടന്മാരൊക്കെ ഇടയായിത്തീരുമ്പോൾ ഹല്ലേലൂയ
40 കിരീടങ്ങൾ ഹല്ലേലൂയ അവരുടെ മുകളിലേക്ക് വന്ന് നിൽക്കുന്നത് ഹല്ലേലൂയ പുറത്തുള്ള നോക്കിക്കൊണ്ടിരിക്കുന്ന ഭടന്മാര് കാണുവാൻ തക്കവണ്ണം തീർന്നു. ഈ നിമിഷത്തിലാണ് ഒട്ടും സഹിക്കുവാൻ കഴിയാതെ ഒരു പട്ടാളക്കാരൻ ഈ കുളത്തിൽ നിന്ന് യേശുവിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് കരയിലേക്ക് കയറി വരുവാൻ തക്കവണ്ണം തീർന്നു. ഇതവന് കാണുവാൻ കഴിഞ്ഞില്ല. കിരീടങ്ങൾ 40 കിരീടങ്ങൾ വന്ന് നിൽക്കുന്നത്. എന്നാൽ ഈ കരയിൽ നിന്ന് ഒരു സൈന്യാധിപൻ ഈ സംഭവം കാണുവാൻ തീർന്നപ്പോൾ ആമേൻ സ്തോത്രം, ആമേൻ ഹല്ലേലൂയ, ആ സൈന്യാധിപൻ എന്ത് ചെയ്തെന്നറിയാമോ? ആ നിമിഷം കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് പ്രൈസ് ദി ലോർഡ് ഈ കുളത്തിലേക്ക് ഇറങ്ങി ഈ 40 പേരോട് 39 പേരോടും കൂടെ ഒരുമിച്ച് നിൽക്കുവാൻ തക്കവണ്ണം തീർന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രൈസ്തവ യോദ്ധാക്കളിൽ ഈ ശ്രേഷ്ഠമായ കിരീടം നഷ്ടപ്പെടുത്തി ഒരുവൻ കടന്നുപോയപ്പോൾ ഈ അവസ്ഥ കണ്ടുകൊണ്ട് ഒരുവൻ ഇറങ്ങി വരുവാൻ തക്കവണ്ണം തീർന്നു. ആ 40 പേരിൽ ഹല്ലേലൂയ 40 പേരും ആമേൻ ഈ ശൈത്യത്തിനടുക്കകത്ത് ആമേൻ മരണപ്പെട്ട് ഈ കിരീടങ്ങൾ അവരുടെ തലയിൽ ചൂടിവരെ പോലെ സ്വർഗീയ സന്നദ്ധിയിൽ നിത്യതയിലേക്ക് കടന്നു വരുവാൻ തീർന്നപ്പോൾ ഒരുവൻ പ്രൈസ് ദി ലോർഡ് ഈ ശ്രേഷ്ഠകരമായ അവസ്ഥ നഷ്ടപ്പെടുത്തി കളയുവാൻ തക്കവണ്ണം തീർന്നു. ഹല്ലേലൂയ. ഒരുവൻ നഷ്ടപ്പെടുത്തിയ കിരീടം മറ്റൊരുവൻ നേടുവാൻ തക്കവണ്ണം തീർന്നു. ഇതിലൂടെ എന്താണെന്ന് പറയാൻ തീർന്നറിയാമോ? അവൻ ക്രിസ്തുവിനെ വിശ്വസിച്ചിറങ്ങിയ അവൻ നിന്റെ ജീവിതത്തിൽ അവൻ അനേക വിഷയങ്ങൾക്ക് നടുവിലൂടെ കടന്നു പോകേണ്ടി വരും. വിശ്വാസം ത്യജിക്കുന്ന വെല്ലുവിളികൾ നിന്റെ മുമ്പിൽ കടന്നു വരാം. എന്നാൽ ഇതിന് മുമ്പിലൊന്നും നീ തളരുവാണ്ടിയായി തീരാതെ നിനക്ക് വേണ്ടി കിരീടങ്ങൾ കാത്തിരിക്കുന്നുണ്ട്. വിശ്വാസത്തോട് മുന്നേറുവാൻ തയ്യാറാണെങ്കിൽ ആ നിത്യതയിൽ പ്രതിഫലം വിഭാഗിക്കുന്ന നാളിൽ അവൻ ആ കിരീടങ്ങളെ പ്രാപിക്കുവാൻ ദൈവം നമ്മളെ ഇടയാക്കി തീർക്കും. എന്റെ പകൽക്കാലം അതിനു വേണ്ടി ദൈവം നമ്മളെ ഒരുക്കട്ടെ എന്ന് ദൈവസന്നിധിയെ പ്രാർത്ഥിക്കുകയാണ്. അനേക കിരീടങ്ങളെ കുറിച്ച് ദൈവവചനം ചിന്തിക്കുമ്പോഴൊക്കെയും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. ഞാൻ പറയുവാൻ പോകുന്നത് കിരീടങ്ങൾ പുതിയ നിയമത്തിനകത്ത് നിന്നും അത് വാടാത്ത കിരീടത്തെ കുറിച്ചും അത് പ്രശംസാ കിരീടത്തെ കുറിച്ചും അത് നീതിയുടെ കിരീടത്തെ കുറിച്ചും അത് തേജസ്സിന്റെ കിരീടത്തെ കുറിച്ചും അത് ജീവന്റെ കിരീടത്തെ കുറിച്ചുമാണ്. പഴയ നിയമമൊക്കെ നാം പരിശോധിക്കുമ്പോൾ അനേക കിരീടങ്ങളെ കുറിച്ച് കാണുവാൻ കഴിയും. മഹാപുരോഹിതന്മാർക്ക് കിരീടമുണ്ടായിരുന്നു, മഹാരാജാക്കന്മാർക്ക് കിരീടമുണ്ടായിരുന്നു, രാജ്ഞിമാർക്ക് കിരീടമുണ്ടായിരുന്നു, അഭിഷേകത്തിന് കിരീടങ്ങളുണ്ടായി. ഇങ്ങനെ അനേക കിരീടങ്ങൾ നമുക്ക് വായിക്കുവാൻ കഴിയും. സദൃശവാക്യത്തിൽ തന്നെ അനേക ആമേൻ ക്രൗൺസ് കിരീടങ്ങളെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും. ആമേൻ. സദൃശവാക്യം 16:30 ഇപ്രകാരം പറയുന്നത്, നരച്ച തല ശോഭയുള്ള കിരീടമെന്ന്. ചില പ്രായമുള്ള അമ്മയും വ്യക്തി ജീവിതക്കാട് എത്ര ഐശ്വര്യമാണെന്നറിയാമോ? അവിടെ തല നരച്ചതാണെങ്കിലും ശോഭയുള്ള കിരീടം പോലെ അവളുടെ തല. സദൃശവാക്യം 12:4 വാക്യത്തിൽ അടുത്ത വാക്യം ഇങ്ങനെ പ്രകാരം പറയുന്ന, സാമർത്ഥ്യമുള്ള സ്ത്രീ ഭർത്താവിന് കിരീടം എന്ന് പറയുന്നത്. 14:24 ജ്ഞാനികളുടെ ധനം അവർക്ക് കിരീടം എന്ന് പറയുന്നു. അങ്ങനെ അനേക കിരീടങ്ങളെ കുറിച്ച് പറയുമ്പോൾ പുതിയ നിയമത്തിൽ പൗലോസ് അപ്പോസ്തലനും വെളിപ്പാട് പുസ്തകത്തിലുമൊക്കെയും നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു ചില കിരീടങ്ങളുണ്ട്. അതിനെക്കുറിച്ച് പറഞ്ഞ് എന്റെ ഈ മെസ്സേജ് അവസാനിപ്പിക്കുവാൻ ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുകയാണ്. ഒന്ന് വാടാത്ത കിരീടമാണ്. അതിനൊന്ന് വാക്യമിടയെ തീരാം. 1 കൊരിന്ത്യർ ലേഖനം 9-ാം അധ്യായം അതിന്റെ 24 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നു എങ്കിലും ഒരുവനെ വിരുദ് പ്രാപിക്കുന്നുള്ളൂ എന്ന് അറിയില്ലയോ? നിങ്ങളും പ്രാപിപ്പാൻ തക്കവണ്ണം ഓടുവേ.
അംഗം പൊരുതുന്നവനൊക്കെയും സകലത്തിലും വർജനം ആചരിക്കുന്നു. അതോ അവർ വാടുന്ന കിരീടവും നാമോ വാടാത്തതും പ്രാപിക്കേണ്ടതിന് തന്നെ. ഇവിടെ പറയുന്നത് ഓട്ടക്കളത്തിൽ ഓടുന്നവരെല്ലാവരും ഓടുന്നുവെങ്കിലും ഒരുവനെ ബിരുദ് പ്രാപിക്കുന്നുള്ളൂ എന്നറിയുന്നില്ലയോ? നിങ്ങളും പ്രാപിക്കാൻ തക്കവണ്ണം ഓടുവിൻ. അംഗം പൊരുതുന്നവരൊക്കെയും സകലത്തിനും വർജനം ആചരിക്കുന്നു. അതോ അവർ വാടുന്ന കിരീടവും നാമോ വാടാത്ത കിരീടവും പ്രാപിക്കേണ്ടതിന് തന്നെ. ഞാൻ ഇതിനൊന്നും അധികം എക്സ്പ്ലെയിൻ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നില്ല, നമ്മുടെ സമയത്തിന്റെ കുറവ് കൊണ്ട്. ഹല്ലേലൂയ. ഈ വാടാത്ത കിരീടം അപ്പോസ്തലനായ പൗലോസ് വാടാത്ത കിരീടത്തെ കുറിച്ച് പറയുമ്പോൾ പുരാതന റോമിലെ അന്നത്തെ ഒളിമ്പിക്സ് എന്ന് പറയുന്ന കായിക ഇനങ്ങളെ കുറിച്ച് എടുത്തു പറയുകയാണ്. കൊരിന്ത്യ സഭയ്ക്ക് ഏറ്റവും എളുപ്പം മനസ്സിലാക്കാവുന്ന രണ്ട് വിഷയമാണ്. ഒന്ന് ഓട്ടക്കളം, രണ്ട് മുഷ്ടിയുദ്ധം എന്നീ രണ്ട് വിഷയങ്ങളെ ആസ്പദമാക്കി പൗലോസ് അപ്പോസ്തലൻ ഇവിടെ ഈ വാക്യങ്ങളിൽ വളരെ സ്പഷ്ടമായിട്ട് പ്രതിപാദിക്കുന്ന നമുക്ക് കാണുവാൻ കഴിയും. അന്നുള്ള ഈ ഓട്ട മത്സരങ്ങളൊക്കെയും അന്നത്തെ കിരീടം എന്ന് പറയുന്നത് ഒലിവ് വൃക്ഷത്തിന്റെ കൊമ്പും ഇലയും വെച്ചുള്ള കിരീടങ്ങളാണ്. പൈനിയൻ വിനോദങ്ങളൊക്കെയും അന്നത്തെ കാലത്തുണ്ടായിരുന്നു. അതിന് പൂമാല കൊണ്ടുള്ള ക്രൗൺ അല്ലെങ്കിൽ കിരീടമായിരുന്നു. ഈഷ്മിയൻ വിനോദങ്ങൾ ഉണ്ടായിരുന്നു. ആ വിനോദങ്ങളിൽ ജയിക്കുന്നവർക്ക് ഹല്ലേലൂയ പൈൻ കൊമ്പ് കൊണ്ടുള്ള കിരീടങ്ങളാണ് നൽകിയിരുന്നത്. പിന്നീടുള്ളത് നിമിഷ്യൻ വിനോദങ്ങളിൽ അയമോദക ചെടി കൊണ്ടുള്ള കിരീടങ്ങൾ നൽകുവാൻ തക്കവണ്ണം തീരും. എന്നാൽ ഇതിന്റെയൊക്കെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ഇതൊക്കെ ഉണ്ടാക്കുന്ന നിമിഷം മുതൽ തന്നെ ഇത് വാടുവാൻ തുടങ്ങും. ഈ കിരീടങ്ങൾ നിമിഷങ്ങൾക്കകത്ത് തന്നെ വാടിപ്പോയി നശിച്ചു പോകുന്ന കിരീടങ്ങളായി തീരുകയാണ്. എന്തുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പറയുന്നത്? ഹല്ലേലൂയ, ഓട്ടക്കളത്തിൽ ഓടുന്നവരെല്ലാവരും ഓടുന്നുവെങ്കിലും ഒരുവനെ ബിരുദ് പ്രാപിക്കുന്നെന്ന് നീ അറിയുന്നില്ലയോ? നിങ്ങളും പ്രാപിക്കാൻ തക്കവണ്ണം ഓടുവീൻ. അംഗം പൊരുതുന്നവനൊക്കെയും സകലത്തിനും വർജനമായിരിക്കുന്നു. അതോ അവർ വാടുന്ന കിരീടവും നാമോ വാടാത്ത കിരീടവും പ്രാപിക്കേണ്ടതിന് തന്നെ. അവരൊക്കെയും വാടുന്ന കിരീടത്തിന് വേണ്ടി അനേകം നാളുകളിലെ വർജനങ്ങൾ, ജീവിതത്തിൽ പാലിക്കേണ്ട അനേക കാര്യങ്ങൾ, ശരീരത്തെ ക്രമീകരിക്കേണ്ട അനേക ക്രമീകരണങ്ങളൊക്കെ നടത്തിയ ഈ കിരീടത്തിന് വേണ്ടി അവർ കാത്തിരുന്നതെങ്കിൽ വാടാത്ത കിരീടത്തിന് വേണ്ടി കാത്തിരിക്കുന്ന നമുക്കോരോരുത്തർക്ക്, പ്രത്യാശയോടെ ജീവിക്കാൻ നമുക്കോരോരുത്തർക്കും എത്രമാത്രം വർജനം ആചരിക്കേണ്ടിയെടുത്ത് വർജനം ആചരിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരണമെന്ന് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ ഓർപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അംഗം പൊരുതുന്നതിനൊക്കെ സകലത്തിനും വർജനം ആചരിക്കുന്നു. കഴിക്കേണ്ടതുണ്ട്. ഭക്ഷണ കാര്യത്തില് ഒക്കെയും അവർ വർജനം ആചരിച്ച് സൂക്ഷിച്ച് അതിനെ പരിപാലിക്കുന്നത് പോലെ, അവൻ ഇതിനു വേണ്ടി ഒരുക്കപ്പെടുന്നത് പോലെ ആത്മീയത്തിന്റെ ജീവിതത്തിൽ നമ്മൾ ഒരു ഓട്ടക്കളത്തിലായിരിക്കുമ്പോൾ വർജിക്കേണ്ടതിന് വർജിച്ചുകൊണ്ട് മാറ്റേണ്ടതിന് മാറ്റിക്കൊണ്ട് ജീവിച്ച് മുന്നോട്ട് ഓടിയാൽ മാത്രമേ ഓട്ടക്കളത്തിൽ ബിരുദം പ്രാപിക്കുവാൻ നമുക്ക് കഴിയത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. അംഗം പൊരുതുന്നവരൊക്കെയും സകലത്തിലും വർജനം ആചരിക്കുന്നു. അതോ അവർ വാടുന്ന കിരീടവും നാമോ വാടാത്ത കിരീടവും പ്രാപിക്കേണ്ടതിന് തന്നെ. ആമേൻ, പ്രൈസ്. പകൽക്കാലം നമ്മൾ വാടുന്ന ഒരു കിരീടത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരല്ല, പിന്നെയോ വാടാത്ത കിരീടം നമുക്ക് വേണ്ടി ഒരു സ്വർഗത്തിൽ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനു വേണ്ടി ഒരുക്കപ്പെടുവാനേ തീരണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോകത്തിന്റെ മാലിന്യ ജീവിതം വിട്ട് അകന്ന് ജീവിക്കുന്നവർക്ക് ആമേൻ, പ്രൈസ് ദി ലോർഡ്, ഈ വാടാത്ത കിരീടം ലഭിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരുന്നത്. നമുക്കറിയാം, ഒരു സമുദ്രത്തിനകത്ത് മത്സ്യം
എപ്രകാരം വസിക്കുന്നു, എപ്രകാരം അല്ലെ ജീവിക്കുന്നുവെന്നൊക്കെ നമുക്കറിയാം. എന്നാൽ നമുക്കറിയാം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഈ മത്സ്യനെ ഇതിനെ പിടിച്ചു കഴിഞ്ഞാൽ ഈ മത്സ്യത്തിന് ഒരു അംശവും അതിന്റെ ശരീരത്തിനകത്ത് കാണുവാൻ തക്കവണ്ണം ഏറ്റിരുകയില്ല. ഇതുപോലെ പ്രൈസ് ദി ലോർഡ് ഈ ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ് ആത്മീയരായ നാം ഓരോരുത്തരും ദൈവസന്നിധിയിൽ പ്രൈസ് ദി ലോർഡ് ഈ ലോകത്തിന്റെ മാലിന്യങ്ങളൊന്നും ഏശാതെ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ കറകളും ചുളുക്കവും വാട്ടവും മാലിന്യവുമില്ല ജീവിക്കണമെന്ന് ദൈവത്തിന്റെ വചനം നമ്മളെ ഓർപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അടുത്തതായിട്ട് നമുക്ക് എപ്രകാരം ഈ ഓട്ടം ഓടണമെന്ന് പറയുകയാണ്. എബ്രായ ലേഖനം 12-ാം അധ്യായം 1-ാം വാക്യം ഒന്ന് വായിക്കുവാനേ തീരാ. എബ്രായ ലേഖനം 12-ാം അധ്യായം 1-ാം വാക്യം. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപങ്ങളും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുവാൻ തക്കവണ്ണം ഇടയേറ്റീരണം. ഓ ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ നാം ശരിയായ നിലയിൽ ഓടുവാൻ തക്കവണ്ണം കഴിയണമെങ്കിൽ ഒന്ന് ചെയ്യേണ്ടത് അത് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ടോടുന്നവന് മാത്രമേ പ്രൈസ് ദി ലോർഡ് ഓട്ടക്കളത്തിൽ ആമേൻ ബിരുദ പ്രാപിക്കുവാൻ കഴിയത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഓടുന്ന ഒരുവന്റെ മണ്ടയ്ക്ക് മുകളിൽ പ്രൈസ് ദി ലോർഡ് 20 കിലോ 25 കിലോ ഭാരം വെച്ചിട്ട് ഓടാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവന് ഓടി തികയ്ക്കുവാൻ കഴിയത്തില്ല, അല്ലെങ്കിൽ ഓടുവാൻ കഴിയത്തില്ല. ഇതുപോലെ നമ്മുടെ ഓട്ടത്തെ, നമ്മുടെ മുന്നേറ്റത്തെ, നമ്മുടെ ആത്മീയ ജീവിതത്തെ തടസ്സമാക്കുന്ന സകല ഭാരങ്ങളെയും പിശാചിനറിയാം. എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ കൊണ്ടിട്ട് ഇവന്റെ മേൽ ഭാരം അടിപ്പിടിച്ചേൽപ്പിച്ചാൽ അതേ ചിന്തിച്ചുകൊണ്ട്, അതിനെ വിചാരിച്ചുകൊണ്ട് ഇവനെ ഓടിക്കുവാൻ കഴിയാതെ, ബിരുദ പ്രാപിക്കുവാൻ കഴിയാതെ ഇവനെ തകർത്ത് കളയാമെന്ന് ശത്രുവാകുന്നവൻ ചിന്തിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം അത് മനസ്സിലാക്കിക്കൊണ്ട് സകല ഭാരവും സകല പാപവും അല്ല മുറുകെ പറ്റുന്ന സകലത്തിനെയും വിട്ടോടുവാൻ ഒരു ദൈവകൃപ നീ ഇന്ന് പകൽക്കാലം പ്രാപിച്ച് ഈ ആരാധനയിൽ എഴുന്നേൽക്കാവൂ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ആമേൻ, സ്തോത്രം. അനേക വിശ്വാസ വീരന്മാരുടെ പട്ടിക നമുക്ക് എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. അതൊന്നും ഞാൻ എടുക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നില്ല. രണ്ടാമത്തെ കിരീടത്തെ കുറിച്ച് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്ന പ്രശംസാ കിരീടമാണ്. 1 തെസ്സലോനിക്കർ 2-ാം അധ്യായം അതിന്റെ 19-ാം വാക്യം വായിക്കുവാനേ എത്തിയ 1 തെസ്സലോനിക്കർ 2-ാം അധ്യായം അതിന്റെ 19-ാം വാക്യം. எங்களுக்கு நம்பிக்கையும் சந்தோஷமும் மகிழ்ச்சியின் கிரீடமுமாய் இருப்பவர்கள் யார்? நம்முடைய கர்த்தராகிய இயேசு கிறிஸ்து வரும்போது அவருடைய சன்னிதானத்திலே நீங்கள் அல்லவா அப்படி இருப்பீர்கள். പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മുടെ കർത്താവായ യേശുവിന്റെ മുൻപാകെ അവന്റെ പ്രത്യക്ഷതയിൽ ഞങ്ങളുടെ ആശയോ സന്തോഷമോ പ്രശംസാ കിരീടമോ ആരാകുന്നു? നിങ്ങളുമല്ലയോ? ഈ കിരീടം ലഭിക്കുന്നത് ആർക്കാ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആത്മാക്കളെ നേടുന്നവന് കിട്ടുന്നത് പ്രശംസാ കിരീടം. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ഒരുവനെ നിനക്ക് രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാൻ കഴിയുമോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അധ്വാനിക്കുന്നവന് ഈ പ്രതിഫലം ലഭിക്കുവാൻ തീരും. അവൻ നീ ആയിരിക്കുന്ന സാഹചര്യത്തിൽ നിന്നിലൂടെ ഒരുവനെ നിനക്ക് കർത്താവിന്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരുവാൻ കഴിയുമെങ്കിൽ ഈ പ്രശംസാ കിരീടം നിനക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് പൗലോസ് പറയുന്നത്, ഹല്ലേലൂയ, എന്റെ പ്രശംസാ കിരീടം ആരാ?
അമ്മ ഇവിടെ പറയുന്നത് ഞങ്ങളുടെ ആശയോ ഞങ്ങളുടെ സന്തോഷയോ പ്രശംസ കിരീടമാരാകുന്നു നിങ്ങളുമല്ലയോ. ഓ ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം കർത്താവ് തന്നിരിക്കുന്ന താലന്തുകളെ ഉപയോഗിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ ദൈവമേ എന്നെ സഹായിക്കണമേ. അനേകരെ ക്രിസ്തുവിലേക്ക് ആകർഷിക്കുവാൻ തക്കവണ്ണം എന്നെ ഒരുക്കുമാറാകണമേ. എന്നെ ഒരു ആയുധമാക്കി ഉപയോഗിക്കണമേ എന്ന് ദൈവസന്നിധിയെ പ്രാർത്ഥിക്കുന്ന ആത്മാക്കളെ നേടുവാൻ താല്പര്യമുള്ള വ്യക്തി ജീവിതങ്ങളെ ദൈവത്തിന്റെ ആത്മാവിനാൽ ബലപ്പെടുത്തുന്ന ഒരു ദൈവം അവരെ നോക്കി പ്രശംസ കിരീടം കാത്തിരിക്കുകയാണ്. 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങളോടൊന്ന് വായിക്കണേ എത്തിയ 1 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായം അതിന്റെ 11 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. ஆகிலும் கர்த்தருக்குள் ஸ்திரீ இல்லாமல் புருஷனுமில்லை, புருஷன் இல்லாமல் ஸ்திரீயுமில்லை. ஸ்திரீயானவள் புருஷனிலிருந்து தோன்றுகிறது போல புருஷனும் ஸ்திரீயினால் தோன்றுகிறான். சகலமும் தேவனால் உண்டாயிருக்கிறது. ஸ்திரீயானவள் தேவனை நோக்கி ஜெபம் பண்ணுகையில் தன் தலையை மூடிக்கொள்ளாமல் இருக்கிறது லட்சணமாய் இருக்குமோ என்று உங்களுக்குள்ளே நிதானித்துக் கொள்ளுங்கள். புருஷன் மயிரை நீளமாய் வளர்க்கிறது அவனுக்கு கனவீனமாய் இருக்கிறது என்றும். അങ്ങനെയുള്ളവർക്ക് ലഭിക്കുന്നത് പ്രശംസാ കിരീടമാണ്. ആത്മാക്കളെ നേടുന്നവർക്ക് ലഭിക്കുന്നതാണ്. അടുത്തത് നീതിയുടെ കിരീടമാണ്. 2 തിമോത്തിയോസ് 2 തിമോത്തി chapter 7:4 verse 7-8. 2 തിമോത്തിയോസ് 4-ാം അധ്യായം 7-8 വാക്യങ്ങൾ. நல்ல போராட்டத்தை போராடினேன், ஓட்டத்தை முடித்தேன், விசுவாசத்தை காத்து கொண்டேன். இது முதல் நீதியின் கிரீடம் எனக்காக வைக்கப்பட்டிருக்கிறது. நீதியுள்ள நியாயாதிபதியாகிய கர்த்தர் அந்நாளிலே அதை எனக்கு தந்தருளுவார். எனக்கு மாத்திரமல்ல, அவர் பிரசன்னமாகுதலை விரும்பும் யாவருக்கும் அதை தந்தருளுவார். അടുത്തത് നീതിയുടെ കിരീടം നമുക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ആർക്ക് വേണ്ടിയാ? നമ്മുടെ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി ഒരുക്കി വെച്ചിരിക്കുന്നു. അതെനിക്ക് മാത്രമല്ല, തന്റെ അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൊണ്ട് ഹല്ലേലൂയ അവിടെ കാണുന്നത് അത് നീതിയുള്ള ന്യായാധിപതിയെ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. ഹല്ലേലൂയ. നല്ല പോർ പൊരുതുവാൻ തക്കവണ്ണം, ആമേൻ, ഓട്ടം തികയ്ക്കുവാൻ തക്കവണ്ണം, വിശ്വാസം കാക്കുവാൻ തക്കവണ്ണം അവിടെ ഏറ്റിരണം. ആമേൻ. നാം മരിക്കുന്ന അവസാന നിമിഷത്തിന് അവസാന ശ്വാസം വരെയും നല്ല പോർ പൊരുതിക്കൊണ്ട്, ആമേൻ, ഓട്ടം തികച്ചുകൊണ്ട് വിശ്വാസം നിലനിൽക്കുന്നവർക്ക് ലഭിക്കുന്നതാ നീതിയുടെ കിരീടം. അതുകൊണ്ട് പാട്ടുകാരനെ പോലെ ഞാൻ ഒട്ടും പിന്മാറുകില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്, ഞാൻ ഒട്ടും പിന്മാറുകില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭാവിച്ചാലും പിന്മാറുകില്ല ഇനി ഞാൻ. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭാവിച്ചാലും പിന്മാറുകില്ല ഇനി ഞാൻ. അധികാരത്തോടെ ഇനി കൽപ്പിക്കും ഞാൻ, പ്രതികൂലങ്ങൾ മാറിപ്പോകും. അധികാരത്തോടെ ഇനി കൽപ്പിക്കും ഞാൻ, പ്രതികൂലങ്ങൾ മാറിപ്പോകും. ഒന്നും അസാധ്യമല്ലെന്റെ മുൻപിൽ ജയം എനിക്കുണ്ട്. ഒന്നും അസാധ്യമല്ലെന്റെ മുൻപിൽ ജയം എനിക്കുണ്ട്. ഞാനൊട്ടും പിന്മാറുകില്ല,
മാറുകില്ല വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട് ഞാനൊട്ട് പിന്മാറുകില്ല വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട് ആരെല്ലാം എതിർത്താൽ എന്തെല്ലാം ഭാവിച്ചാൽ പിന്മാറുകില്ല ഞാൻ ആരെല്ലാം എതിർത്താൽ എന്തെല്ലാം ഭാവിച്ചാൽ പിന്മാറുകില്ല ഞാൻ. പ്രൈസ് ദി ലോർഡ്. പാട്ടുകാരനെ പോലെ ഞാൻ ഒട്ടും പിന്മാറുകയില്ല. വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭവിച്ചാലും ഞാൻ ഒട്ടും പിന്മാറുകയില്ലെന്നുള്ള തീരുമാനത്തോട് മുന്നോട്ട് പോകുവാനേ എത്തിരണം. ചക്രവർത്തിമാർ നിനക്കെതിരെ എഴുന്നേൽക്കുവാനേ എത്തിയിരുന്നേക്കാം. രാജാക്കന്മാർ നിനക്കെതിരെ എഴുന്നേൽക്കുവാനേ എത്തിയിരുന്നേക്കാം. രാജ്യങ്ങൾ ഭരണകർത്താക്കന്മാർ നിനക്കെതിരെ എഴുന്നേൽക്കുവാനേ എത്തിയിരുന്നേക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ വിശ്വാസത്തെ ത്യജിച്ചുകൊണ്ട് പിന്നോട്ട് കടന്നു വന്നാൽ നിനക്ക് രക്ഷയുണ്ട്, നിനക്ക് ജീവിക്കുവാൻ കഴിയുമെന്നൊക്കെയും വെല്ലുവിളിക്കുന്ന നിമിഷങ്ങൾ മുന്നിൽ കടന്നു വന്നേക്കാം. എന്നാൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവിൽ ഓർപ്പിക്കുവാനുള്ളത് ആ ഒരു തീരുമാനത്തോട് ഇന്ന് പകൽക്കാലം മുന്നോട്ട് കടന്നു പോരടിയെത്തിരണം. ഞാൻ ഒട്ടും പിന്മാറുകയില്ല. എന്റെ വിശ്വാസ ചുവടുകളിൽ നിന്ന് ഞാൻ ഒട്ടും പിന്മാറുകയില്ല എന്ന പ്രാർത്ഥനയോട്, ആഗ്രഹത്തോട്, ഉറച്ച തീരുമാനത്തോട് മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മളെ ഇടയാക്കി തീർക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. അടുത്തത് തേജസ്സിന്റെ കിരീടമാണ്. 1 പത്രോസിന്റെ ലേഖനം 5-ാം അധ്യായം അതിന്റെ 3-4 വാക്യങ്ങളൊന്ന് വായിക്കണേ. 1 പത്രോസിന്റെ ലേഖനം 5-ാം അധ്യായം അതിന്റെ 3-4 വാക്യങ്ങൾ. சுதந்திரத்தை இருமாப்பாய் ஆளுகிறவர்களாக அல்ல, மந்தைக்கு மாதிரிகளாகவும் கண்காணிப்பு செய்யுங்கள். அப்படி செய்தால் பிரதான மேய்ப்பர் வெளிப்படும் போது மகிமையுள்ள வாடாத கிரீடத்தை பெறுவீர்கள். പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ പറയുന്ന തേജസ്സിന്റെ വാടാത്ത കിരീടം ഇടവകകളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവരെയല്ല, ആട്ടിൻകൂട്ടത്തിന് മാതൃകളായി തീർന്നുകൊണ്ടും അധ്യക്ഷത ചെയ്യുവീൻ. എന്നാൽ ഇടയ ശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസ്സിന്റെ വാടാത്ത കിരീടം പ്രാപിക്കും. ദൈവദാസന്മാർക്ക്, ഇടയന്മാർക്കുള്ള പ്രതിഫലത്തെ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എപ്രകാരം ഇടയനായിരിക്കണമെന്നും എപ്രകാരം വേല ചെയ്യണമെന്നൊക്കെയും ദൈവവചനം സ്പഷ്ടമായി പറയുന്നുണ്ട്. ആമേൻ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 24-45 വാക്യത്തിൽ അവിടെ കാണുവാൻ കഴിയും, വിശ്വസ്തനും ബുദ്ധിമാനുമായ ഒരു ദാസൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം ഏൽപ്പിച്ചതിൽ വിശ്വസ്തനായിരുന്നു കൊണ്ട് ആമേൻ പ്രവർത്തിക്കുവാൻ കഴിയുമ്പോൾ, ആമേൻ, ഹല്ലേലൂയ, കർത്താവ് ഒരു ദിവസം നമ്മെ വിളിക്കുവാൻ എത്തിരും. നന്ദി നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്, ദൈവമേ സ്വർഗീയ സന്നിധിയിൽ ഞാൻ നിൽക്കുമ്പോൾ ആമേൻ, ഹല്ലേലൂയ, നന്ദി നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, ദാസിയെ എന്നുള്ള വിളി കേൾക്കുവാൻ ഇന്ന് പകൽക്കാലം അതിനു വേണ്ടി നമുക്ക് ഒരുക്കപ്പെടുവാൻ തീരാം. ശരിയായ ദിശയിൽ ദൈവസഭയെ നയിക്കുവാൻ നയിക്കപ്പെടുന്ന വ്യക്തിക്ക് ഇടയനെ ലഭിക്കുവാൻ തീരും തേജസ്സിന്റെ വാടാത്ത കിരീടം. റോമാലേഖനം 13-ാം അധ്യായം 1-ാം വാക്യം കൊടുന്ന് വായിക്കണേ തീരാ. റോമാലേഖനം 13-ാം അധ്യായം 1-ാം വാക്യം. எந்த மனுஷனும் மேலான அதிகாரம் உள்ளவர்களுக்கு கீழ்ப்படிய கடவன். ஏனென்றால் தேவனாலே அன்றி ஒரு அதிகாரமும் இல்லை. உண்டாயிருக்கிற அதிகாரங்கள் தேவனால் நியமிக்கப்பட்டிருக்கிறது. അവിടെ പറയുന്ന 1-2 വാക്യങ്ങൾ, ഏത് മനുഷ്യനും ശ്രേഷ്ഠാധികാരികൾക്ക് കീഴടങ്ങട്ടെ, ദൈവത്താൽ അല്ലാതെ ഒരു അധികാരവുമില്ലല്ലോ. ഉള്ള അധികാരങ്ങളോ ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു. ആകയാൽ അധികാരത്തിനോട് മറുക്കുന്നവൻ ദൈവ വ്യവസ്ഥയോട് മറുക്കുന്നു, മറുക്കുന്നവരോ ശിക്ഷാവിധി പ്രാപിക്കും. ഹല്ലേലൂയ. അധികാരത്തോട് മറുക്കുന്നവൻ ദൈവ വ്യവസ്ഥയോട് മറുക്കുന്നുവെന്ന് പലപ്പോഴും ദൈവദാസന്മാർ മുമ്പൊക്കെ കേട്ട വചനങ്ങളെ പോലെ
വേണ്ടാത്തത് നമ്മൾ ചിലപ്പം ആത്മാർത്ഥമായിട്ട് അനുഗ്രഹത്തിന് വേണ്ടി പറയുന്ന വിഷയങ്ങൾ, ദൈവാത്മാവ് ഓർപ്പിച്ചിട്ട് പറയുന്ന വിഷയങ്ങൾ ചിലരുടെ ഹൃദയത്തിനകത്ത് പിശാചിട്ട് തട്ടിക്കളിച്ചിട്ട് അതനുസരിക്കുവാൻ തയ്യാറാകാതെ, അതിന് കീഴ്പ്പെടുവാൻ തയ്യാറാകാതെ മത്സര മനോഭാവത്തോട് പ്രവർത്തിക്കുന്ന അനേക വിശ്വാസ ഗോളത്തിലാണ് നാം ജീവിക്കുന്നത്. ഇവിടെ പറയുന്നത് അധികാരികൾക്ക് കീഴ്പ്പെടണം. ദൈവവചനം വായിക്കാൻ പറഞ്ഞാൽ വായിക്കണം. അത് പറഞ്ഞാൽ ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല, ചിലപ്പോ ആരാധന ചിലപ്പോൾ കേറത്തില്ല. കാരണം എനിക്ക് ഇവരുടെയൊക്കെ അനുഗ്രഹത്തിന് വേണ്ടി ഞാൻ പറയുന്നത് ദൈവവചനം വായിക്കണം എന്നൊക്കെ പറയുമ്പോൾ പലർക്കും ഇത് ഇഷ്ടപ്പെടാതെ പിന്നെ മൗനമായിരുന്ന ദൈവദാസനെ തോൽപ്പിക്കുന്ന, ദൈവദാസന്മാരെ ഇവിടെ മറുതലിക്കുന്ന അവസ്ഥകളൊക്കെയും കാണുമ്പോൾ വളരെ വിഷമം തോന്നാറുണ്ട്. എന്നാൽ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയും, ഏതു മനുഷ്യനും ശ്രേഷ്ഠ അധികാരികൾക്ക് കീഴടങ്ങട്ടെ. ദൈവത്താൽ അല്ലാതെ ഒരു അധികാരവും ഇല്ലല്ലോ. ഉള്ള അധികാരങ്ങളോ ദൈവത്താൽ നിയോഗിക്കപ്പെട്ടിരിക്കുന്നു. ആകയാൽ അധികാരത്തോട് മറുക്കുന്നവൻ ദൈവ വ്യവസ്ഥയോട് മറുക്കുന്നു. ദൈവജനത്തിന്റെ അനുഗ്രഹത്തിന് വേണ്ടിയാ പലപ്പോഴും നിങ്ങൾ പ്രാർത്ഥിക്കണം, നിങ്ങൾ ദൈവവചനം വായിക്കണം, ധ്യാനിക്കണം എന്നൊക്കെ പറയുമ്പോ ഇതൊന്നും ദൈവദാസന്മാരുടെ വാക്കുകളെ അനുസരിക്കുവാൻ ഒട്ടും മനസ്സില്ലാതെ മറുതലിച്ചു നിൽക്കുന്ന വ്യക്തി ജീവിതങ്ങളോടാ ഇത് ഈ വചനം എടുത്തു കാണിക്കുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനത്തിൽ ആമേൻ, പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ദൈവത്തിന്റെ ഹിതപ്രകാരം ദൈവത്തിന്റെ വേല ചെയ്യുന്ന ദൈവദാസന്മാർക്ക്, ഇടയന്മാർക്ക് ലഭിക്കുന്ന കിരീടമാ തേജസ്സിന്റെ കിരീടം. പ്രൈസ് ദി ലോർഡ്. അനേക ദൈവദാസന്മാര് അനേക വിവിധമായ സുവിശേഷങ്ങൾ പറഞ്ഞ് വേറൊരു സുവിശേഷമൊക്കെ അവതരിപ്പിച്ചുകൊണ്ട് ഒക്കെയും രംഗപ്രവേശനം ചെയ്തിരിക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെ കാലഘട്ടം. ഈ കാലഘട്ടത്തിനകത്ത് നാം ജീവിക്കുമ്പോൾ അനേക അത്ഭുതങ്ങൾ അവിടെ കാണാം, അടയാളങ്ങൾ അവിടെ കാണുവാൻ കഴിയും, അനേക വീര്യപ്രവർത്തികൾ അവിടെ കാണുവാൻ കഴിയും. എന്നാൽ ദൈവത്തിന്റെ വചനം ഒരു കാര്യം സ്പഷ്ടമായിട്ട് പറയുന്നുണ്ട്. കർത്താവ് വാതിലടയ്ക്കുമ്പോൾ ആമേൻ, ഹല്ലേലൂയ, നിങ്ങൾ ആരാകുന്നുവെന്ന് പ്രൈസ് ദി ലോർഡ് അല്ലേ കർത്താവ് ചോദിക്കുമ്പോൾ കർത്താവിനോട് പറയുന്നുണ്ട്, കർത്താവേ കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി, അത്ഭുതങ്ങൾ ചെയ്തു, അടയാളങ്ങൾ ചെയ്തു, വീര്യപ്രവർത്തികൾ ചെയ്തെന്നൊക്കെ പറയുമ്പോൾ കർത്താവ് പറഞ്ഞ ഒറ്റ വാക്കുണ്ട്, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. സുവിശേഷം ഹല്ലേലൂയ കച്ചവടത്തിന് വേണ്ടി കൊണ്ടു നടക്കുന്ന അനേക ദൈവദാസന്മാരുണ്ട്, അനേക കുടുംബങ്ങളെ തകർക്കുന്ന ദൈവദാസന്മാരുണ്ട്, അനേകരുടെ ജീവിതങ്ങളെ നശിപ്പിക്കുന്ന ദൈവദാസന്മാരുണ്ട്. ആമേൻ. അവരെ ഒന്നും കർത്താവ് അറിയാത്തവരാ, കർത്താവ് അവരെ അറിയുന്ന പോലുമില്ല. എന്നാൽ ദൈവം അധികാരപ്പെടുത്തിയവരെ, ദൈവത്തിന്റെ അഭിഷേകത്താൽ നിർത്തിയിരിക്കുന്നവരെ അനുസരിക്കുവാനുള്ള ഒരു കടമ നമ്മൾ എല്ലാവരിലും കാണുവാൻ തക്കവണ്ണം തീരണം. അതുകൊണ്ട് ഇവിടെ പറയുന്ന അധികാരത്തോട് മറുക്കുന്നവൻ ദൈവ വ്യവസ്ഥയോട് മറുക്കുന്നു. മറുക്കുന്നവരോ ശിക്ഷാവിധി പ്രാപിക്കും. നമ്മള് ശിക്ഷാവിധി പ്രാപിക്കുവാനല്ല നാം ദൈവസന്നിധി കടന്നു വരുന്നത്, പിന്നെയോ ഹല്ലേലൂയ ദൈവത്താലുള്ള ദൈവസന്നിധിയുള്ള അനുഗ്രഹം പ്രാപിച്ച് മുന്നേറി ദൈവസന്നിധി കാണപ്പെടുവാനാ ദൈവസന്നിധിയിൽ നമ്മൾ ആയിരിക്കുവാൻ ഇടയെത്തിയിരുന്നത്. അടുത്തത് ജീവകിരീടമാണ്. അത് വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 10-ാം വാക്യം ഒന്ന് വായിക്കാനിടയെത്തിയ വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 10-ാം വാക്യം. நீ படப்போகிற பாடுகளை குறித்து எவ்வளவும் பயப்படாதே. இதோ நீங்கள் சோதிக்கப்படும் பொருட்டாக பிசாசானவன் உங்களில் சிலரை காவலில் போடுவான். 10 நாள் உபத்திரவப்படுவீர்கள். ஆமென். ഹല്ലേലൂയ. ഉമയായിരു, அப்பொழுது ജീവ കിരീടത്തെ ഉനക്ക് തരുവേൻ. അവിടെ പറയുന്നത് മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക, എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും. നമുക്കെയും സ്നാനപ്പെട്ട് കരയിലേക്ക് കയറുന്നതിന് മുമ്പ് നമ്മുടെ തലയിൽ കൈവച്ചുകൊണ്ട് ദൈവദാസന്മാർ പറയുന്ന ഒരു വാക്കാണ്,
മരണപര്യന്തം വിശ്വസ്തനായിരിക്കാം, എന്നാൽ ഞാൻ നിനക്ക് ജീവകിരീടം തരും. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം മരണപര്യന്തം വിശ്വസ്തനായിരിക്കുമെന്ന് നമുക്ക് കഴിയണം. ആമേൻ. സ്തോത്രം. ഈ വിശ്വാസ ജീവിതത്തിൽ അനേക പരിശോധനകളിലൂടെ കടന്നു പോകേണ്ടി വരും. അതുകൊണ്ടാണ് യാക്കോബ് അപ്പോസ്തലൻ അതിന്റെ 1:12 ഇപ്രകാരം പറയുന്നത്. യാക്കോബ് അപ്പോസ്തലൻ ജെയിംസ് ചാപ്റ്റർ 1 വേഴ്സ് 12. உங்கள் விசுவாசத்தின் பரீட்சையானது பொறுமையை உண்டாக்கும் என்று அறிந்து அதை மிகுந்த சந்தோஷமாக எண்ணுங்கள். അവിടെ പറയുന്നത് 12-ാം വാക്യം, പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാകുന്നവനെ തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. ഹല്ലേലൂയ. ആത്മീയ ജീവിതം എന്നുള്ളത് ഈസി ആയിട്ടുള്ള ജീവിതമല്ലെന്ന്. ഓരോ ദിവസവും, ഓരോ ആഴ്ചയും, ഓരോ മാസവും, ഓരോ വർഷവും നമ്മുടെ ജീവിതത്തിൽ പഠിച്ചതായിട്ടുള്ള ആത്മീയ അനുഗ്രഹങ്ങൾ പ്രാപിച്ചായിട്ടുള്ള എല്ലാ വിഷയത്തിനും ഒരു പരിശോധന വരും. നമ്മുടെ സ്കൂളുകളിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് അവർക്ക് എക്സാം ഉള്ളത്, പിന്നെ ഫൈനൽ എക്സാം ഉള്ളതുപോലെ ആമേൻ ഹല്ലേലൂയ നമ്മുടെ ജീവിതത്തിലും ദൈവം പരിശോധനകൾ കൊണ്ടുവരും. ആമേൻ സ്തോത്രം. ആ പരിശോധന നമ്മെ തകർക്കുവാനല്ല, ആ പരിശോധന നീ ആത്മീയത്തിൽ എത്ര വളർച്ച പ്രാപിച്ചിട്ടുണ്ടെന്ന് നിന്നെ ടെസ്റ്റ് ചെയ്യുന്നത് ആ പരിശോധന. അത് ചിലപ്പോൾ ചില കഷ്ടതകളായിരിക്കാം, ചിലപ്പോൾ രോഗങ്ങളായിരിക്കാം, ചിലപ്പോൾ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളായിരിക്കാം, കുടുംബത്തിന്റെ പ്രശ്നങ്ങളായിരിക്കാം. ഇതിന്റെ നടുക്കൂടൊക്കെയും ദൈവം നിന്നെ കടത്തിവിടുമ്പോൾ നീ മനസ്സിലാക്കുവാൻ തീരണം. ഇതിന്റെ നടുവിൽ ഇതിനകത്ത് പരാജയപ്പെടുവാനല്ല എന്റെ ദൈവം ആഗ്രഹിക്കുന്നത്, പിന്നെയോ ഇതിനകത്ത് ജയം പ്രാപിക്കുവാൻ നാം ആഗ്രഹിക്കുവാൻ തീരണം. അതിന് ജയം പ്രാപിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. പിന്നെന്താ? അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം അതിനകത്ത് അവൻ തെളിയുക. അവൻ വിജയിച്ചു വരുമ്പോൾ അവൻ തെളിയുക, ഞാൻ ഇതിനകത്ത് പ്രാപ്തന, ജയിക്കാൻ കഴിവുള്ളവനാ എന്നവനെ ബോധ്യപ്പെടുത്തുക ദൈവം. കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം നൽകുവാൻ തക്കവണ്ണവനെ തീരും. ഇന്ന് പകൽക്കാലം അതുകൊണ്ട് ഈ കിരീടങ്ങളെയൊക്കെയും പ്രാപിക്കുവാനുള്ള ഓട്ടക്കളത്തിൽ നാം ആയിരിക്കുന്നത്. വാടാത്ത കിരീടവും, പ്രശംസാ കിരീടവും, നീതിയുടെ കിരീടവും, തേജസ്സിന്റെ കിരീടവും, ജീവകിരീടവും ഒക്കെയും പ്രാപിക്കുവാൻ വേണ്ടി ഒരുങ്ങുന്ന നമ്മുടെ ജീവിതത്തിൽ പരീക്ഷകളുടെ മുമ്പിൽ തളർന്നു പോകരുത്. പരിശോധനകളുടെ മുമ്പിൽ നാം വീണു പോകരുത്. അതിനെ ജയിക്കുവാനുള്ള ദൈവകൃപ നിന്റെ മേൽ ദൈവം പകരുവാനേ തീരും. അതുകൊണ്ട് പാട്ടുകാരൻ ഇപ്രകാരം പാടുന്നത്, നമുക്ക് ഒരുമിച്ച് പാടി ദൈവത്തെ സ്തുതിക്കുവാനേ തീരാ. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിട്ടുണ്ട്. ഓ പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിട്ടുണ്ട്. ഓ എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. ഓ എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. ഓ എന്തിനെന്ന് ചോദിക്കില്ല, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. ഓ എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ ആ ദൈവം എനിക്ക് പരിഹാരവും ഒരുക്കിയിട്ടുണ്ട്. ആ ഒരു വിശ്വാസം നമ്മുടെ ഉള്ളിൽ പകർവണ്ണിയെ തീരണം. എരിയുന്ന തീച്ചൂള മുമ്പിൽ കടന്നു വരാം. സിംഹത്തിന്റെ കുഴി നിന്റെ മുമ്പിൽ കടന്നു വരാം. പൊട്ടക്കിണർ നിന്റെ മുമ്പിൽ കടന്നു വരാം. എന്നാൽ ഇതൊക്കെയും എന്നെ തകർക്കുവാനല്ല. ഇതിനകത്ത് നിന്നും ഉയർപ്പിച്ച് വിട്ടുവെച്ച് നടത്തുവാൻ ശക്തനായ ഒരു ദൈവം.
ഇന്ന് പകൽക്കാലം എന്റെ കൂടെയുണ്ടെന്നുള്ള വിശ്വാസത്തോട് നമുക്ക് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ്, ഈ കിരീടങ്ങൾക്ക് വേണ്ടി ഹല്ലേലൂയ ഒരുക്കത്തോട് നമുക്ക് ദൈവസന്നിധി മുന്നേറുവാൻ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ ഇവിടെ ഉപസംഹരിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രൈസ് ദി ലോർഡ് എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.